ഏവർക്കും ഹാജാസ് ക്ലാസ്സസിന്റെ 5000+ ഫാക്ട്സ് എന്ന് പറയുന്ന ആ ഒരു സീരീസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് ക്ലാസ്സിനകത്ത് വീഡിയോ ക്ലാസ്സിലൂടെ പറയാൻ പോകുന്നത് SCERT ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തുള്ള കുറേ ഫാക്ട്സ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്കണോമിക്സിലെ പ്രീവിയസ് ആയിട്ടുള്ള കുറേ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്കത് കൃത്യമായിട്ട് പഠിച്ചെടുക്കാം. ഒന്നാമത്, ഏതിൻ്റെ വികസനത്തിനാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത്? ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭ കാലഘട്ടം 1951-56. 1951 മുതൽ 56 വരെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് നമുക്കറിയാം. ഏതിൻ്റെ വികസനത്തിനാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് എന്ന് ചോദിച്ചാൽ കാർഷിക മേഖലയുടെ വികസനത്തിന് വേണ്ടിയിട്ടാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. 5 വർഷം കൊണ്ട് ഒരു രാജ്യത്തിൻ്റെ ജനങ്ങളുടെയും രാജ്യത്തിൻ്റെയും പുരോഗതിക്ക് വേണ്ടി നടപ്പിലാക്കേണ്ട വസ്തുതകൾ അല്ലെങ്കിൽ എന്തൊക്കെയാണോ നടപ്പിലാക്കേണ്ടത് അതിൻ്റെ ഒരു ചാർട്ട് തയ്യാറാക്കി അത് നടപ്പിലാക്കുന്ന ഒരു സംവിധാനമാണ് ഈ പഞ്ചവത്സര പദ്ധതി, 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. കാലഘട്ടം 1951 മുതൽ 56 വരെയാണ്. അപ്പോൾ ഏതിൻ്റെ വികസനത്തിനാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് എന്ന് ചോദിച്ചാൽ കാർഷിക മേഖല ആണ് എന്ന് നമുക്ക് ഉത്തരം പറയാം. ഏതെല്ലാം പ്രശ്നങ്ങളെ മറികടക്കാൻ ആണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ ലക്ഷ്യമിട്ടതെന്ന് ചോദിച്ചാൽ 2 കാര്യങ്ങൾ. ഒന്ന്, ഭക്ഷ്യ ദൗർലഭ്യം. നമുക്ക് നമ്മുടെ രാജ്യത്ത് ഉള്ള ആൾക്കാർക്ക് കഴിക്കാനുള്ള ഭക്ഷണം കൃത്യമായിട്ടുള്ള അളവിൽ നമുക്കില്ല. ഓക്കെ, ഒന്നത്. രണ്ടാമത്തത് ദാരിദ്ര്യം. ഇത് രണ്ടും മറികടക്കുന്നതിനാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടത്. ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്ത് കാർഷിക വ്യാവസായിക മേഖലകളുടെ അഭിവൃദ്ധിക്കായി നിർമ്മിച്ച പ്രധാന നദീതട പദ്ധതികൾ ഏതെല്ലാം? ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട നദീതട പദ്ധതി എന്ന് പറയുന്നത് ഭക്രാനങ്കൽ, 2 ഹിരാക്കുഡ്, 3 ദാമോദർ. ഇത് 3ഉമാണ് അപ്പോഴാരംഭിച്ച നദീതട പദ്ധതികൾ. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഏതിൻ്റെ വികസനത്തിനാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത്? ഉത്തരം, കാർഷിക മേഖല. ഏതെല്ലാം പ്രശ്നങ്ങളെ മറികടക്കുന്നതിനാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ ലക്ഷ്യമിട്ടത്? ഒന്ന്, ഭക്ഷ്യ ദൗർലഭ്യം, 2 ദാരിദ്ര്യം. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് കാർഷിക വ്യാവസായിക മേഖലകളുടെ അഭിവൃദ്ധിക്കായി നിർമ്മിച്ച പ്രധാനപ്പെട്ട നദീതട പദ്ധതികൾ ഏതെല്ലാം? ഉത്തരം എന്ന് പറയുന്നത് ഭക്രാനങ്കല്, ദാമോദർ, ഹിരാക്കുഡ്. ക്ലിയർ ആണല്ലോ? ഈ 3 പോയിന്റ് പഠിച്ചോ? ഓക്കെ ആണോ? നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. അടുത്ത പോയിന്റ് ഇങ്ങനെയാണ്: ഏത് നദിയിലാണ് ഭക്രാനങ്കൽ പദ്ധതി സ്ഥാപിച്ചത് എന്നതാണ്. അപ്പോൾ ചോദ്യം നോക്കൂ, ഏത് നദിയിലാണ് ഭക്രാനങ്കൽ പദ്ധതി സ്ഥാപിച്ചത്? ഒന്നാമത്തെ ചോദ്യം. ഉത്തരം നമ്മൾ പറയേണ്ടത് സത്ലജ് നദിയിലാണ്. സത്ലജ് നദിയിലാണ് ഭക്രാനങ്കൽ പദ്ധതി ആരംഭിച്ചത്. അങ്ങനെയാണെങ്കിൽ ഹിരാക്കുഡ് പദ്ധതിയോ? ഹിരാക്കുഡ് പദ്ധതി എവിടെയാണ് സ്ഥാപിച്ചത്? ഹിരാക്കുഡ് പദ്ധതി സ്ഥാപിച്ചത് മഹാനദിയിലാണ്. ഭക്രാനങ്കൽ പദ്ധതി എവിടെയാണെന്ന് ചോദിച്ചാൽ സത്ലജ്, എന്നാൽ ഹിരാക്കുഡ് പദ്ധതി മഹാനദിയിലാണ്. ഏതിൻ്റെ വികസനത്തിനാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത്? ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് ദാരിദ്ര്യം മാറ്റണം, ഭക്ഷ്യ ദൗർലഭ്യം മാറ്റണം, ഇതൊക്കെയായിരുന്നു. കാർഷിക മേഖലയ്ക്കാണ് കൂടുതൽ ഊന്നൽ നൽകിയതെങ്കിൽ രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി 5 വർഷക്കാലം ഊന്നൽ നൽകിയത് വ്യവസായത്തിനായിരുന്നു. ഏതെല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടെന്ന് ചോദിച്ചാൽ സാമ്പത്തികമായ വികസനം വരണമെങ്കിൽ വ്യവസായം വരണം. 2, ഇവിടുത്തെ ജനങ്ങൾക്ക് തൊഴിലില്ലായ്മയുണ്ട്, തൊഴിലില്ല. അപ്പൊ തൊഴിലില്ലായ്മ പരിഹരിക്കുക. അപ്പൊ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ അൾട്ടിമേറ്റ് എയിം 2 കാര്യങ്ങളാണ്. ഒന്ന് തൊഴിലില്ലായ്മ പരിഹരിക്കുക, 2 സാമ്പത്തിക വികസനം ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പൊ ഏത് നദിയിലാണ് ഭക്രാനങ്കൽ എന്ന് ചോദിച്ചാൽ സത്ലജ്, ഏത് നദിയിലാണ് ഹിരാക്കുഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാനദി, ഏതിന്റെ വികസനത്തിനാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയെന്ന് ചോദിച്ചാൽ വ്യവസായം, ഏതെല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടത്? ഒന്ന്, സാമ്പത്തികമായ വികസനം, അതേപോലെ തന്നെ തൊഴിലില്ലായ്മ പരിഹരിക്കുക. നോക്കൂ, അപ്പോ നമ്മൾ 6 ചോദ്യങ്ങൾ പഠിച്ചേ. 7ാമത്തെ ചോദ്യം: ഏത് മേഖലയെ ശക്തിപ്പെടുത്തിക്കൊണ്ടുള്ള രാജ്യ പുരോഗതിയാണ് പഞ്ചവത്സര പദ്ധതിയിലൂടെ ലക്ഷ്യം വെച്ചത്? അതായത് ഗവൺമെന്റ് മേഖല, അതായത് പൊതുമേഖലയെ ശക്തിപ്പെടുത്തിക്കൊണ്ടുള്ള രാജ്യ പുരോഗതിയാണ് പഞ്ചവത്സര പദ്ധതിയിലൂടെ ഇന്ത്യ ലക്ഷ്യം വെച്ചത്.
പൊതുമേഖലയെ വികസിപ്പിക്കുക, അതുകൊണ്ടേ കാര്യമുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പൊതുമേഖലയെ ശക്തിപ്പെടുത്തിക്കൊണ്ടുള്ള രാജ്യ പുരോഗതിയാണ് പഞ്ചവത്സര പദ്ധതികളിലൂടെ നമ്മുടെ രാജ്യം ലക്ഷ്യം വെച്ചത്. ഏതുതരം വ്യവസായശാലകളാണ് വിദേശ രാജ്യങ്ങളുടെ സാമ്പത്തിക സാങ്കേതിക സഹായത്തോടുകൂടി പൊതുമേഖലയിൽ ആരംഭിച്ചത്? ഇരുമ്പുരുക്കുശാലകൾ. നമ്മൾ ഈ വ്യവസായത്തിൽ ഏറ്റവും പ്രധാനമായി ആദ്യം നമ്മൾ തുടങ്ങുന്ന ഇരുമ്പുരുക്കുശാലകളാണ്. അത് വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടു കൂടിയാണ്. റൂർക്കേല എന്ന് പറയുന്ന ഇരുമ്പുരുക്കുശാല സ്ഥാപിക്കുന്നതിന് സഹായം നൽകിയ രാജ്യമാണ് ജർമ്മനി. ഏത് രാജ്യമാണ്? ജർമ്മനി. നമുക്ക് നോക്കാമേ. പൊതുമേഖലയെ ശക്തിപ്പെടുത്തിക്കൊണ്ടുള്ള രാജ്യ പുരോഗതിയാണ് ഏത് മേഖലയെ ശക്തിപ്പെടുത്തിക്കൊണ്ടുള്ള രാജ്യ പുരോഗതിയാണ് പഞ്ചവത്സര പദ്ധതികളിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, പൊതുമേഖല. ഏതുതരം വ്യവസായശാലകളാണ് വിദേശ രാജ്യങ്ങളുടെ സാമ്പത്തിക സാങ്കേതിക സഹായത്തോടു കൂടി പൊതുമേഖലയിൽ ആരംഭിച്ചത്? ഉത്തരം ഇരുമ്പുരുക്ക്. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിക്കുന്നതിന് സഹായം നൽകിയ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയണം, അത് ജർമ്മനി. ഇനി ഭിലായി, ബൊക്കാറോ ഇതെല്ലാം ഇരുമ്പുരുക്ക് ശാലകളാണ്. ഇവർക്ക് സാമ്പത്തിക സഹായം നൽകിയ രാജ്യം ഏതാണ്? അപ്പൊ ഈ ഇരുമ്പുരുക്ക് ശാലകൾ വരുന്നതിനെല്ലാം സാമ്പത്തിക സഹായം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന ഭിലായി, ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാലകൾ വരാൻ അത് ആരാണ് അതിന് സഹായം നൽകിയത് എന്ന് ചോദിച്ചാൽ സോവിയറ്റ് യൂണിയൻ ആണ്. സോവിയറ്റ് യൂണിയൻ. അങ്ങനെയാണെങ്കിൽ ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിക്കുന്നതിനുള്ള സാമ്പത്തിക സഹായം നൽകിയത് UK ആണ്. യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്ന രാജ്യമാണ് ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിക്കുന്നതിന് ആവശ്യമായ സഹായം നൽകിയത്. അങ്ങനെയാണെങ്കിൽ റൂർക്കേല എന്ന് പറയുന്ന ഇരുമ്പുരുക്ക് ശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം പറയണം, അത് ഒറീസയിലാണ്. ക്ലിയർ ആണ്. അപ്പോ ഭിലായി, ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാലകൾ സ്ഥാപിക്കുന്നതിനുള്ള സഹായം നൽകിയത് സോവിയറ്റ് യൂണിയൻ ആണ്. ദുർഗാപൂർ ഇരുമ്പുരുക്ക് ശാല സ്ഥാപിക്കുന്നതിനുള്ള സഹായം നൽകിയത് UK ആണ്. റൂർക്കേല ഇരുമ്പുരുക്ക് ശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ അത് ഒഡീഷയാണ്. ചോദ്യം നോക്കൂ. ഭിലായി ഇരുമ്പുരുക്ക് ശാല ഏത് സംസ്ഥാനത്താണ് ഉള്ളത്? ഉത്തരം ഭിലായി നമുക്ക് എല്ലാവർക്കും അറിയാം, ഛത്തീസ്ഗഡിലാണ്. ഭിലായി ഇരുമ്പുരുക്ക് ശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ അത് ഛത്തീസ്ഗഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ദുർഗാപൂറോ? ദുർഗാപൂർ എവിടെയാണ്? ദുർഗാപൂർ പശ്ചിമ ബംഗാളിലാണ്. അപ്പോ ഭിലായി ഇരുമ്പുരുക്ക് ശാല ഛത്തീസ്ഗഡിലാണ്. ദുർഗാപൂർ എവിടെയാണെന്ന് ചോദിച്ചാൽ പശ്ചിമ ബംഗാളിലാണ്. ബൊക്കാറോ ചോദിച്ചാൽ ജാർഖണ്ഡിലാണ്. ഇത് മൂന്നും PS റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഭിലായി ഇരുമ്പുരുക്ക് ശാല ഛത്തീസ്ഗഡിലാണ്. ദുർഗാപൂർ എവിടെയാണെന്ന് ചോദിച്ചാൽ പശ്ചിമ ബംഗാളിലാണ്. ബൊക്കാറോ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാർഖണ്ഡിലാണ്. അപ്പോൾ ഭിലായി, ദുർഗാപൂർ, ബൊക്കാറോ ഇത് മൂന്നും ഓർത്തു വെക്കുക. നോക്കൂ, അടുത്ത ചോദ്യം. വ്യക്തികൾക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരിധി നിശ്ചയിക്കുക എന്ന ലക്ഷ്യമുള്ള നടപടി എന്താണ്? അതാണ് ഭൂപരിഷ്കരണം. ഭൂപരിഷ്കരണ ബില്ല്, ഭൂപരിഷ്കരണം എന്ന് പറഞ്ഞാൽ വ്യക്തികൾക്ക്, നമ്മൾ ഒരു വ്യക്തിയുണ്ട്, അയാൾ കേരളം മൊത്തം വാങ്ങിച്ചു എന്ന് വിചാരിച്ചു, നമുക്ക് അനുവദിക്കാൻ പറ്റുമോ? ഇല്ല. വ്യക്തികൾക്ക് കൈവശം വെക്കാവുന്ന ഭൂമിയുടെ പരിധി നിശ്ചയിക്കുക എന്ന ലക്ഷ്യമുള്ള നടപടിയാണ് ഭൂപരിഷ്കരണം. ക്ലിയർ ആണ്. അടുത്തത്, നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ കൂടിയ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം സാമ്പത്തിക വികസനം ലക്ഷ്യമാക്കി നിയോഗിച്ച കാർഷിക പരിഷ്കരണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? അത് JC കുമരപ്പ. ഓക്കെ. നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ കൂടിയ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം സാമ്പത്തിക വികസനം ലക്ഷ്യമാക്കി നിയോഗിച്ച കാർഷിക പരിഷ്കരണ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു കുമരപ്പ. നിയമനിർമ്മാണത്തിലൂടെ അല്ലാതെ ഭൂപരിഷ്കരണം നടപ്പിലാക്കുന്നതിനായി വിനോബ ഭാവെയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് എന്ത്? ഭൂദാന പ്രസ്ഥാനം. ഭൂദാന പ്രസ്ഥാനത്തിന്റെ ആളാരാണ്? ആചാര്യ വിനോബ ഭാവെ ആണ്. അപ്പോ വ്യക്തികൾക്ക് കൈവശം വെക്കാവുന്ന ഭൂമിയുടെ പരിധി നിശ്ചയിക്കുക എന്ന ലക്ഷ്യമുള്ള നടപടിയാണ് ഭൂപരിഷ്കരണം. നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ കൂടിയ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം സാമ്പത്തിക വികസനം ലക്ഷ്യമാക്കി നിയോഗിച്ച കാർഷിക പരിഷ്കരണ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു JC കുമരപ്പ. നിയമനിർമ്മാണത്തിലൂടെ അല്ലാതെ ഭൂപരിഷ്കരണം നടപ്പിലാക്കുന്നതിനായി വിനോബ ഭാവെയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനത്തിന്റെ പേരാണ് ഭൂദാന പ്രസ്ഥാനം. അടുത്തത്, ഭൂ ഉടമകൾക്ക് കൈവശം വയ്ക്കാവുന്ന
ഭൂമിയുടെ പരിധി നോക്കി നിശ്ചയിച്ച് മിച്ച ഭൂമി എത്രയാണോ അത് പിടിച്ചെടുത്ത് ഭൂമിയില്ലാത്ത കർഷകർക്ക് വിതരണം ചെയ്യുന്നതിനുള്ള നിയമം പാസാക്കിയത് ഏത് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്? അപ്പൊ നമ്മൾ പറയണം കുമരപ്പ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്. ഭൂ ഉടമകൾക്ക് ഇപ്പൊ ഒരു ഭൂമിയുള്ള ഉടമസ്ഥനാണ്, അദ്ദേഹത്തിന് കൈവശം വയ്ക്കാവുന്ന ഭൂമിക്ക് ഒരു അളവുണ്ട്. അതിലപ്പുറം ഉണ്ടെങ്കിൽ അത് പിടിച്ചെടുത്ത് ഭൂമിയില്ലാത്ത കർഷകർക്ക് അത് വിതരണം ചെയ്യുന്നതിനുള്ള നിയമം പാസാക്കിയത് ഏത് കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചാൽ JC കുമരപ്പ കാർഷിക പരിഷ്കരണ കമ്മിറ്റി. ഇനി വൻകിട ഭൂ ഉടമകളുണ്ട്, അവരുടെ കൈവശമുള്ള ഭൂമിയുടെ എത്ര ഭാഗം ഭൂദാനമായി നൽകാനാണ് ഭൂദാന പ്രസ്ഥാനം പ്രേരിപ്പിച്ചതെന്ന് ചോദിച്ചാൽ 1/6 കൊടുത്താൽ മതി. ഭയങ്കരമായിട്ട് ഭൂമി വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്ന ആൾക്കാരുണ്ട്. വൻകിട ഭൂ ഉടമകളെ അവരുടെ കൈവശമുള്ള ഭൂമിയുടെ എത്ര ഭാഗം ഭൂദാനമായി നൽകണമെന്നാണ് ആചാര്യ വിനോബ ഭാവെ നേതൃത്വം നൽകിയ ഭൂദാന പ്രസ്ഥാനം പ്രേരിപ്പിച്ചത്, നിർദ്ദേശിക്കുന്നു ചോദിച്ചാൽ അവരുടെ ഭൂമിയുടെ 1/6 ഭാഗം ഇതുപോലെ എന്ത് ചെയ്യണം, ദാനം നൽകണം എന്നാണ്. ഭൂദാന പ്രസ്ഥാനത്തിന്റെ പ്രസക്തിയെ കുറച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഭൂദാന പ്രസ്ഥാനത്തിന് നല്ല ഒരു എന്താ പറയുക ലക്ഷ്യമുണ്ടായിരുന്നു, പക്ഷെ അതിന്റെ പ്രാധാന്യ പ്രസക്തിയെ കുറച്ചത് ഈ ഭൂപരിഷ്കരണം ആയിരുന്നു എന്ന് പറയാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഭക്ഷ്യോൽപാദന മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഇന്ത്യ പദ്ധതികൾ നടപ്പിലാക്കി തുടങ്ങിയ വർഷം. അപ്പം ഭക്ഷ്യോൽപാദന മേഖല കുറച്ചുകൂടി ഗൗരവമായി കണ്ട് അതിൽ നമ്മൾ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കാതെ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഇന്ത്യ പദ്ധതികൾ നടപ്പിലാക്കി തുടങ്ങിയത് 1960-ലാണ്. കാർഷിക മേഖലയുടെ പുരോഗതിയും ഭക്ഷ്യോൽപാദന രംഗത്തെ സ്വയം പര്യാപ്തതയും ലക്ഷ്യമാക്കി നടത്തിയ വിപ്ലവമാണ് ഹരിത വിപ്ലവം. ഓക്കെ, ഗ്രീൻ റെവല്യൂഷൻ. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, രാസവളം, കീടനാശിനികൾ, അത്യാധുനിക യന്ത്രങ്ങൾ ഇത് ഉപയോഗപ്പെടുത്തി ചുരുങ്ങിയ കാലം കൊണ്ട് കാർഷിക മേഖലയിൽ കൈവരിച്ച മാറ്റങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഹരിത വിപ്ലവം എന്ന്. അപ്പോൾ ഭക്ഷ്യ ഉൽപാദന മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഇന്ത്യ പദ്ധതികൾ നടപ്പിലാക്കി തുടങ്ങിയത് 60കളിലാണ്. കാർഷിക മേഖലയുടെ പുരോഗതിയും ഭക്ഷ്യോൽപാദന രംഗത്തെ സ്വയം പര്യാപ്തതയും ലക്ഷ്യമാക്കി നടപ്പിലാക്കിയ വിപ്ലവമാണ് ഹരിത വിപ്ലവം. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, രാസവളം, കീടനാശിനികൾ, അത്യാധുനിക യന്ത്രങ്ങൾ ഇവ പ്രയോജനപ്പെടുത്തി ചുരുങ്ങിയ കാലം കൊണ്ട് കാർഷിക മേഖലയിൽ വരുത്തിയ മാറ്റങ്ങളാണ് ഹരിത വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഹരിത വിപ്ലവത്തിന്റെ 1ാം ഘട്ടത്തിന്റെ കാലയളവ് 1960 മുതൽ 1970 വരെ. ഹരിത വിപ്ലവത്തിന്റെ 2ാം ഘട്ടത്തിന്റെ കാലയളവ് 1970 മുതൽ 1980 വരെ. ഹരിത വിപ്ലവത്തിന്റെ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥൻ ആണ്. എന്നാൽ ധവള വിപ്ലവം പാലുൽപാദനവുമായി ബന്ധപ്പെട്ടത് അതിന്റെ ഭാഗമായി ഗുജറാത്തിൽ ഒരു നഗരമുണ്ട്, അവിടെ ഡിസ്ട്രിക്റ്റീവ് കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് എന്ന പേരിൽ ക്ഷീരോത്പാദന സംഘം ആരംഭിച്ചത് ആനന്ദാണ്. എന്താണ്? ആനന്ദ്. അപ്പോൾ ഹരിത വിപ്ലവത്തിന്റെ 1ാം ഘട്ടത്തിന്റെ കാലയളവ് 60 മുതൽ 70 വരെയാണ്. 2ാം ഘട്ടത്തിന്റെ കാലയളവ് 70 മുതൽ 80 വരെയാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥനാണ്. ധവള വിപ്ലവത്തിന്റെ ഭാഗമായി ഗുജറാത്തിലെ ഏത് നഗരത്തിലാണ് ഡിസ്ട്രിക്റ്റീവ് കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് എന്ന ക്ഷീരോത്പാദന സംഘം ആരംഭിച്ചത്? ഈ ഒരു സംഘം ആരംഭിച്ചത് ആനന്ദ് എന്ന് പറയുന്ന ഗുജറാത്തിലെ സ്ഥലത്താണ്. നമ്മൾ അമുലിന്റെ ഐസ്ക്രീമൊക്കെ കുടിച്ചിട്ടുണ്ടല്ലേ? എന്താണ് ഈ അമുലിന്റെ പൂർണ്ണമായ പേര്? അതായത് ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് എന്നാണ്. അമുൽ എന്ന് പറഞ്ഞാൽ AMUL. A സ്റ്റാൻഡ്സ് ഫോർ അമുൽ അല്ലെ? A സ്റ്റാൻഡ്സ് ഫോർ ആനന്ദ്, M എന്ന് പറഞ്ഞാൽ മിൽക്ക്. അപ്പൊ ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് എന്നാണ്. U എന്ന് പറഞ്ഞാൽ യൂണിയൻ, L എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ്. അങ്ങനെയാണ് അമുൽ എന്ന് വന്നത്. ഓക്കെ, ഇനി അപ്പൊ അത് ഓക്കെയാണ്, ക്ലിയർ ആയിട്ട് അമുൽ എന്താണെന്ന് മനസ്സിലായി. മത്സ്യ ഉൽപാദന മേഖലയുടെ പുരോഗതി ലക്ഷ്യമാക്കി ഇന്ത്യയിൽ നടപ്പിലാക്കിയ വിപ്ലവത്തിന്റെ പേരാണ് ബ്ലൂ റെവല്യൂഷൻ അല്ലെങ്കിൽ നീല വിപ്ലവം. മത്സ്യ ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഒരു റെവല്യൂഷനാണ് ബ്ലൂ റെവല്യൂഷൻ. ഇന്ത്യയിൽ അനവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ഉറപ്പാക്കാനും സ്വാധീനിച്ച വിപ്ലവങ്ങളിൽ ഒന്നാണ് 1 ഹരിത വിപ്ലവം, 2 ധവള വിപ്ലവം, 3 നീല വിപ്ലവം. ഇത് 3 പഠിക്കണം. ഹരിത വിപ്ലവം ഭക്ഷ്യോൽപാദന രംഗത്തെ മുന്നേറ്റം,
എന്നാൽ നീല വിപ്ലവം മത്സ്യോൽപാദനം, ധവള വിപ്ലവം പാലും പാൽ ഉൽപ്പന്നങ്ങളുടെയും ആണ്. അപ്പോൾ ഇത് വ്യക്തമായി പഠിക്കുക. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഒരു ചെറിയ ക്ലാസ് ആണ്. 5000+ ഫാക്ട്സിലേക്ക് നമുക്ക് ചേർത്ത് വെക്കാൻ കഴിയുന്ന ഒരു 35 ഫാക്റ്റുകളാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ തന്നത്. എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങളോടൊരു ഹംബിൾ റിക്വസ്റ്റ് ആയിട്ട് പറയുകയാണ്, ഒരു ക്ലാസ്സുകളും കളയരുത്. എല്ലാ ക്ലാസ്സുകളും അത്യാവശ്യം റെഫർ ചെയ്താണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇതിലെ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു കാര്യം, മറ്റൊരു യൂട്യൂബ് ചാനലിൽ കിട്ടാത്തതും എന്താണെന്ന് ചോദിച്ചാൽ, സയൻസിൻ്റെ എന്താ പറയുക, ഓരോ സെൻറ്റൻസുകളും കീറി മുറിച്ചുള്ള ഒരു പഠനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സയൻസിൽ ബയോളജിയിൽ നിന്ന് വൈറ്റമിൻസ് നമ്മൾ ക്ലോസ് ചെയ്തു. അത് ഇനി MBBS പരീക്ഷയ്ക്ക് നിങ്ങൾ വൈറ്റമിൻസിൻ്റെ ഒരു പരീക്ഷ എഴുതാൻ പോവുകയാണെങ്കിൽ പോലും ഈ ക്ലാസ് കണ്ടാൽ നമുക്കത് എഴുതാൻ പറ്റും. അതേപോലെ കെമിസ്ട്രിയിൽ നിങ്ങളൊരു മെറ്റൽ എന്ന് പറഞ്ഞ ടോപ്പിക്കിൻ്റെ പരീക്ഷ എഴുതാൻ പോയാൽ, കഴിഞ്ഞ ദിവസത്തെ മെറ്റലിൻ്റെ ക്ലാസ് കണ്ടോ? അയൺ ആൻഡ് അലുമിനിയം കണ്ടോ? അലുമിനിയം നമ്മൾ എടുത്തില്ല, അലുമിനിയം നാളെ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അയൺ കണ്ടോ? അയണിൻ്റെ ബ്ലാസ്റ്റ് ഫർണസ് പ്രോസസ് 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളെ പോലെ നമുക്കറിയാം. അത്രയും നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലേ? അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. ഓർ, മിനറൽ എല്ലാം പക്കയാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനലിനോടൊപ്പം കൂടുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് കൂടെ ചെയ്യുക. ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ആ കമൻറ്റ് ബോക്സിൽ അവിടെ നോക്കിയാൽ മതി, ഹൈപ്പ് കൂടെ കൊടുക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.